ഹലോ ഗായ്സ്, ഞാൻ ഈ ഒരുങ്ങി കിട്ടി പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. ഞാൻ അമ്പലത്തിൽ പോകുവാനായിട്ടോ. കാട്ടിൽ മേക്കത അമ്പലത്തിലാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്കറിയാൻ ചാൻസ് ഇല്ല. മണികെട്ടുന്ന അമ്പലമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അമ്മയും ചേച്ചിയുണ്ട്. പിന്നെ അച്ഛനാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. അച്ഛനാണ് ഓട്ടോ ഓടിക്കുന്നത്. അച്ഛൻ പക്ഷേ വരില്ല, നമ്മളവിടെ കൊണ്ടാക്കിയിട്ട് അച്ഛൻ തിരിച്ചു വരും. അപ്പോൾ നമ്മൾ വേണ്ട അമ്പലത്തിലെത്തി. നമ്മൾ അവിടുന്ന് ജങ്കാറ് വഴിയും വള്ളം വഴിയും നമുക്ക് അമ്പലത്തിൽ പോകാം. ഞാൻ വള്ളത്തിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല വെള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ജങ്കാറ് തോന്നുമ്പോഴത്തേക്കും അപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ടോ അവിടെ വെയിറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ വെള്ളത്തിൽ വന്നത്. അങ്ങനെ ഞങ്ങൾ കടത്തിറങ്ങി അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അമ്പലം കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വ്ളോഗൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ പൊങ്കാല ഇടണം, അതുകൊണ്ട് ഞങ്ങൾ കലമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്പലത്തിൽ ചെന്നാൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടുന്ന് തന്നെ വാങ്ങാൻ കിട്ടും. നമ്മൾ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പൊങ്കാലിടുന്ന സാധനങ്ങളും ഒക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം എപ്പോഴും നമുക്ക് അവിടെ കടകൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. എല്ലാ സാധനങ്ങളും, ഒട്ടുമിക്ക സാധനങ്ങളും അവിടെയൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ചും കൂടെ തിരക്കും അതുപോലെ തന്നെ കടകളും ആക്റ്റീവായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിനോട് അടുത്തേക്ക് എത്താറായി കേട്ടോ. അങ്ങ് കാണുന്നത് കടലാണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സ്പേസ് ഇല്ലേ, ഈ ഒരു സ്ഥലത്താണ് നമുക്ക് അവിടെ കുടിൽ സമയത്ത് കുടിൽ കിട്ടുന്നത്. ആ ഒരു സ്ഥലത്താണ് കേട്ടോ. അത്രയും സ്പേസ് അവിടെ കിടക്കുന്നില്ലേ, അത് ഞാൻ കാണിച്ചു തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതേണ്ട അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ തൊഴാനല്ല കേട്ടോ പോകുന്നത്, നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തൊഴാമെന്ന് നമുക്ക് വിചാരിച്ചു. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതില്ലേ, ആ മരമാണ്. അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്ന ആ സ്ഥലമാണ് ഈ മണി കെട്ടുന്ന ആ മരം. ഒരു ആൽമരമാണ്, അതിലാണ് ആൾക്കാർ മണി കെട്ടുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടൊരു സ്ഥലം അവർ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴുതു കേട്ടോ. തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു. അങ്ങനെ ആ സമയത്ത് ഇടയ്ക്ക് കുറച്ച് എൻ്റെ ഷോ കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, ചേച്ചി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് അമ്പലത്തിൽ നിന്ന്. രാത്രിയുള്ള അമ്പലത്തിലൊരു വ്യൂ കാണിക്കാനാണ് നോക്കിയത്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന പോലും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. കുറച്ചൊക്കെ നാണക്കേടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടന്ന് വഴക്ക് പറയുന്നുള്ള അങ്ങനെയൊക്കെയുള്ളൊരു കൺസേൺ കൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് വീഡിയോ എടുത്തില്ല. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ബജിയൊക്കെ വാങ്ങിക്കുകയാണ്. എനിക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ബജി ഇല്ലാതെ വീട്ടിൽ വരുന്നത് എന്തോ ഒരു വലിയ വിഷമം പോലാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ജങ്കാറെ കയറി കടത്തിറങ്ങി ഇപ്പുറത്ത് വന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള എൻ്റെ അമ്പലമാണ് കേട്ടോ ഇത്, കാമകുളങ്ങര അമ്പലം, എൻ്റെ വീടിനാണ്. അങ്ങനെ എന്തായാലും വീട്ടിലെത്തി. നമ്മൾ ബജി കഴിക്കണം ആദ്യം തന്നെ. അപ്പം ബജി കഴിക്കുന്നതോടെ നമ്മുടെ അമ്പലത്തിലെ വിസിറ്റ് ഇവിടെ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മുളക് ബജിയും കോളിഫ്ലവറിൻ്റെ ബജിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളിഫ്ലവറിൻ്റെ ബജിയാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. മുളക് ബജിയും എനിക്കതുപോലെ തന്നെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞില്ലേ, ആ പായസമാണ് കേട്ടോ. സാധാരണ നോർമൽ ശർക്കര പായസമാണ്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ ബൈ.